ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലെ MA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യവട്ടം ക്യാമ്പസ് ടൂറാണ്. അത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ MA എൻട്രൻസ് ചെയ്താൻ വേണ്ടി വരുമ്പോഴാണ് ഞാൻ കാര്യവട്ടം ക്യാമ്പസ് ആദ്യമായിട്ട് കാണുന്നത്. അല്ലാണ്ട് എനിക്ക് എവിടെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമ്പസ് എങ്ങനെയാണ്, ക്യാമ്പസ് എത്രത്തോളം വാസ്റ്റാണ്, എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തേ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടൂർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബഗ്ഗീൻ്റെ വീഡിയോസും അതേപോലെ ചില ഡിപ്പാർട്ട്മെൻറ്റ് വീഡിയോസും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ എൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, എങ്ങനെയാണ്, വഴി എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ MA ഹിസ്റ്ററീൻ്റെ എല്ലാം MAക്കാർക്കും MSCക്കാർക്കും BTechകാർക്കും എല്ലാവർക്കും എൻട്രൻസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ക്യാമ്പസ് ടൂർ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, ഇതാണ് നമ്മുടെ കാര്യവട്ടം ബസ് സ്റ്റാൻഡ്. ബസ് വന്നിറങ്ങാൻ നിങ്ങൾ ഇവിടെയാണ് കേട്ടോ. ബസ് വന്നിറങ്ങുന്നോട് തന്നെയാണ് നമ്മുടെ ക്യാമ്പസ് ഗേറ്റ് ഉള്ളത്. ക്യാമ്പസ് ഗേറ്റ് ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് ബാക്ക് ഗേറ്റ് വഴിയാണ് എൻട്രൻസ്. പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട്. ഇപ്പം ഇതിലൂടെ പോവാം കേട്ടോ. ഈ വഴിയാണ് കേട്ടോ ബാക്ക് ഗേറ്റിലോട്ട് പോവുക. എനിക്ക് തോന്നുന്നു 2025 ബാച്ച് വരുമ്പോഴത്തേക്കും ഈ ഗേറ്റിൻ്റെ പണിയൊക്കെ തീരുന്നു. ഗേറ്റിൻ്റെ അകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ അവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ മതിലൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ വഴിയാണ് നമുക്ക് സെക്യൂരിറ്റി വിങ്ങിലോട്ടുള്ള വഴി. സെക്യൂരിറ്റി വിങ്ങും സ്റ്റോഴ്സും അതേപോലെ ചെറിയൊരു കഫേയൊക്കെ ഈ വരിയിലാണ് ഉള്ളത്. പിന്നെ ഈ സെക്യൂരിറ്റി വിങ്ങിൽ നിന്ന് നമുക്ക് സൈക്കിൾ റെന്റിന് എടുക്കാൻ പറ്റും. അതായത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഡിപ്പാർട്ട്മെന്റും പേരും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ എടുക്കാൻ പറ്റും കേട്ടോ. ഈ വഴി പോയി കഴിഞ്ഞാലാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ളത്. പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ നമുക്കവിടെ സ്റ്റോർ കാണാം. ഞാൻ പറഞ്ഞ കഫേ ഇതാണ് കേട്ടോ. ഈ ബാസ്ക്കറ്റൊക്കെ ഇല്ലേ, അവിടെയാണ് നമ്മുടെ കഫേ ഉള്ളത്. നല്ല ചൂട് പപ്സും ക്രീം ബണ്ണൊക്കെ ഇവിടെ കിട്ടും. തൊട്ടപ്പുറത്ത് നമ്മുടെ സ്റ്റോഴ്സ് ഉണ്ട്. തൊട്ടപ്പുറത്ത് സൈക്കിൾ ഷെഡാണ്. ഇങ്ങനെ നമുക്ക് പോവാം നമ്മുടെ ക്യാമ്പസിലോട്ട്. അത് നേരത്തെ കാണിച്ചു തന്ന പോലെ സ്ട്രെയിറ്റ് വഴിയും കാണാം. ഇതാണ് സെൻട്രൽ സർക്കിൾ കേട്ടോ. ഈ സെൻട്രൽ സർക്കിളിൻ്റെ അവിടെ നിന്ന് 4 റോഡാണ് അങ്ങോട്ടും പോകണത്. നമുക്ക് ബഗ്ഗി സർവീസസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 4 റോഡ് ഉണ്ട്. അതിൽ ഈ വഴി പോവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ബസ്സൊക്കെ അവിടെയാണ് കിടക്കുക. പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ അവിടെയാണ്. നമ്മൾ ഇന്ന് ക്യാമ്പസിന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ ഓപ്പോസിറ്റിൽ പോകുന്ന ഈ ബഗ്ഗി പോകുന്ന വഴിയുള്ള ക്യാമ്പസ് ടൂർ ആണ് ചെയ്യുന്നത്. ഈ വഴിയാണ് ക്യാമ്പസ് ഹോസ്റ്റൽ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ വണ്ടിക്ക് പിന്നാലെ പോയാലോ? നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ ബോർഡിൽ കാണുന്ന ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് കേട്ടോ. ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സെൻട്രൽ സർക്കിളിൽ സ്ട്രേറ്റിലൂടെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ജിമ്മ് കാണാം. ജിമ്മിൽ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ രാവിലെ രാത്രിയൊക്കെ നമ്മൾ ജിമ്മിൽ പോകാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ജിമ്മിന്റെ തൊട്ടടുത്തായിട്ട് ചിക്കുമരമുണ്ട് കേട്ടോ. ചിക്കുമരത്തിലെല്ലാം ചിക്കു ഉണ്ട്. ഇതെല്ലാം ചിക്കു ആണേ. ചിക്കുവിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ PGക്കാർക്ക് കർഫ്യൂ ഇല്ലാത്തതുകൊണ്ട് നൈറ്റൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ക്യാമ്പസിലോട്ടുള്ള മെയിൻ വഴി ഇതല്ല കേട്ടോ. മെയിൻ വഴി നമ്മൾ ആ റോഡ് കാണിച്ചെന്ന വഴിയില്ല, ആ വഴി അങ്ങ് നടന്നാൽ മതി. ഞാൻ ജിമ്മ് കാണിച്ചെന്നപ്പോൾ ഈ വഴി അങ്ങ് നടന്നതാ. അപ്പം നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ക്യാമ്പസ് ലൈബ്രറി കാണാം. ഈ ക്യാമ്പസ് ലൈബ്രറി കൂടാണ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയും ഉണ്ടാവേ. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ബുക്ക് റെഫർ ചെയ്യാനേ പറ്റുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ബുക്ക് എടുക്കാം. ഇതാണ് തൊട്ട് ഓപ്പോസിറ്റ്, അതായത് ക്യാമ്പസ് ലൈബ്രറി തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ക്യാൻറ്റീൻ ഉള്ളത്. ക്യാൻറ്റീന് തൊട്ടപ്പുറത്ത് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് ഉണ്ട്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇരിക്കാനുള്ള സ്ലാബ് ഉണ്ടാവും. പക്ഷെ രാവിലെ അടുത്ത് നല്ല വെയിലാട്ടോ. പിന്നെ ക്യാമ്പസിൽ അവിടെ ഇവിടെ കേട്ടൊക്കെ നമുക്ക് ഊനാല കാണാം. ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് ജിയോളജിന്റെ മ്യൂസിയം കേട്ടോ. നല്ല രസമാണ് അവിടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. നമ്മൾ ഡാൻസ് വീഡിയോസ് ഒക്കെ അവിടെ എടുക്കാറുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് പോകുന്ന വഴിക്കായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒപ്റ്റോ ഇലക്ട്രോണിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് കാണാം. PG എൻട്രൻസ് എക്സാം ഞാൻ എഴുതാൻ വേണ്ടി വന്നപ്പോൾ ഒക്ടോ ഇലക്ട്രോണിക്സ് ആട്ടോ എനിക്ക് കിട്ടിയ എക്സാം സെൻറ്റർ. ഇനി നിങ്ങൾക്കും എക്സാം സെൻറ്റർ ഒക്ടോ ആണെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ജിയോളജി മ്യൂസിയം ഇല്ലേ, ജിയോളജി മ്യൂസിയത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ്. ഇതേ കണ്ടില്ലേ? ഒക്ടോ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റെഡ് ബിൽഡിങ്ങും കാണാം, റൈറ്റ് സൈഡിൽ ഒരു വൈറ്റ് ബിൽഡിംഗ് കാണാം. റൈറ്റ് സൈഡിലുള്ള വൈറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ക്ലിഫാണ്. ക്ലിഫിലും എക്സാം സെൻറ്റർ ആവാറുണ്ട് കേട്ടോ. ഇതാണ് ക്ലിഫ്. ഇതിലേ നടന്നു പോയാൽ മതി. ഇതിലൂടെ നമുക്ക് ഒക്ടോയിലേക്കും പോവാട്ടോ ഈ വഴി കൂടെ. ക്ലിഫിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ക്ലിഫിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് കേട്ടോ നമ്മുടെ റെഡ് ബിൽഡിംഗ് ആണ്. റെഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഇതാണ്. ഈ ബിൽഡിംഗ് ആണ് ONV ബ്ലോക്ക്. അതായത് മലയാളം, ഹിന്ദി, തമിഴ്, സാൻസ്ക്രിറ്റ്, ബാക്കി ലാംഗ്വേജസ് ഒക്കെ ഈ ബിൽഡിങ്ങിലാണ് ആ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. ONV ബ്ലോക്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അക്വാട്ടിക് ബയോളജിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അക്വാട്ടിക് ബയോളജി മാത്രമല്ല, അക്വാട്ടിക് ഫിഷറീസ് ഉണ്ട്, ഫ്യൂച്ചർ സ്റ്റഡീസ് ഒക്കെ ഇവിടെയാണ് കേട്ടോ ആ ഡിപ്പാർട്ട്മെന്റ്സ്. ONV ബ്ലോക്ക് ലെഫ്റ്റിലാണെങ്കിൽ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് റൈറ്റ് സൈഡിൽ.
സൈഡിൽ ONV ബ്ലോക്കിൽ നമ്മുടെ റെഡ് ബിൽഡിംഗ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വഴി പോകുന്നുണ്ട്. അവിടെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റ് സയൻസസ്, കൺസൾട്ടൻസി സെല്ല് എന്നിങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വഴിയിലൂടെ പോകുന്നുണ്ട്. ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ കുറേ പേര് അന്വേഷിച്ച് വരുന്നതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സെൻറ്റർ എവിടെയാണ്. ഈ വഴിയിലൂടെ തന്നെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്ററും എൻവയോൺമെൻറ്റ് സയൻസസും. അതായത് നമ്മുടെ റെഡ് ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിലെ വഴി. നമ്മൾ ഈ വഴി കയറുന്നതിന് റെഡ് ബിൽഡിംഗ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. റൈറ്റ് സൈഡിലായിട്ടൊരു ബിൽഡിംഗ് കാണാം. അതാണ് സെൻറ്റർ ഫോർ ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസിൻ്റെ ബിൽഡിങ്. പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് കേട്ടോ ലാറ്റിൻ അമേരിക്കൻ വരുന്നത്. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണാം. ആ ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വിജനമായ വഴി നമുക്ക് കാണാം. ആ വഴിയിലോട്ട് പോകരുത്. സ്ട്രേറ്റിലേ നടക്കുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ബിൽഡിംഗ് ഉണ്ടാവും. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സയൻസിനും ബിൽഡിംഗ് ഉള്ളത്. തൊട്ടപ്പുറത്താണ്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ആ പണി നടക്കുന്ന ബിൽഡിംഗ്. ഈ രണ്ട് ബിൽഡിങ്ങിന് സെൻറ്ററിലോട്ടുള്ള വഴിയിലൂടെ പോയാലാണ് എൻവയോൺമെൻറ്റ് സയൻസ് ബിൽഡിംഗ് എത്തുന്നത്. ഡിസ്റ്റൻസിൻ്റെ വഴിയിലെ ലാസ്റ്റ് ബിൽഡിംഗ് ആണ് എൻവയോൺമെൻറ്റ് സയൻസ് കേട്ടോ. റൈറ്റ് സൈഡിൽ ബട്ടർഫ്ലൈ പാർക്കും ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ ബിൽഡിങ്ങും വരുന്നത്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് സയൻസ്. അക്വാട്ടിക്കും കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്തപ്പോഴാണ് നമ്മൾ ഡിസ്റ്റൻസിലേക്കും എൻവയോൺമെൻറ്റ് സ്റ്റഡീസിലേക്കും പോയത്. നമുക്കിനി സ്ട്രെയിറ്റിലേ പോകണം. സ്ട്രെയിറ്റിലും കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സ്ട്രെയിറ്റിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജിൻ്റെ അപ്പുറത്തായിട്ട് ചോല എന്ന് എഴുതിച്ചിട്ടുണ്ടാവും. അതിൻ്റെ എൻട്രൻസിലൂടെ നമുക്ക് അവിടെ പോയി വിശ്രമിക്കാം, പാട്ട് പാടാം, ചില്ല് ചെയ്യാം, വൈബ് ചെയ്യാം, എല്ലാത്തിനും പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. സോഷ്യോളജി സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ, ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാവർക്കും ഇതൊരു പീസ്ഫുൾ റിഫ്രഷിങ് സെൻ്ററാണ് കേട്ടോ. ചോലേൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടോ, ഏറ്റവും ബാക്കിൽ അത് ടെക്നോ പാർക്കാണ് കേട്ടോ. ചോലേന്ന് ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊരു ടീ റോഡ് കാണാം. ആ ടീ റോഡിൻ്റെ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് സോഷ്യൽ സയൻസ് ബ്ലോക്ക്. സോഷ്യൽ സയൻസ് ബ്ലോക്കിലാണ് കേട്ടോ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ സബ് ബ്രാഞ്ചായ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇവിടെയാണ്. സോഷ്യൽ സയൻസ് ബ്ലോക്ക് ഉള്ളത് രണ്ട് ബിൽഡിംഗ് ആയിട്ടാണ്. ഈ ബിൽഡിങ്ങിൽ താഴെ പൊളിറ്റിക്സും മേലെ സോഷ്യോളജിയും ആണ്. പക്ഷേ രണ്ട് ബിൽഡിങ്സും കണക്റ്റഡ് ആണ്. ഒരു ബിൽഡിങ്ങിനും 2 ഫ്ലോർസും ഒരു ബിൽഡിങ്ങിനും 3 ഫ്ലോർസും. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബിൽഡിങ്. ഈ രണ്ടാമത്തെ ബിൽഡിങ്ങിൽ 3 ഫ്ലോർസ് ആണുള്ളത്. താഴെ അണ്ടർഗ്രൗണ്ട് ഒരു ഫ്ലോർ ഉണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സും സെക്കൻഡ് ഫ്ലോറിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി ആണ്. സോഷ്യൽ സയൻസ് ബ്ലോക്ക് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അതായത് ഇത് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി, ഇസ്ലാമിക് ആൻഡ് വെസ്റ്റ് ഏഷ്യൻ ആൻഡ് ഫിലോസഫി എന്നീ 3 ഡിപ്പാർട്ട്മെൻറ്റുമാണ് കേട്ടോ ആ ബിൽഡിങ്ങിലുള്ളത്. അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. 3 പേരും ഒറ്റ സുഹൃത്തുക്കളായതുകൊണ്ടേ ഒരുമിച്ചാണ് എല്ലാവരുടെ പേരുള്ളത്. ആർക്കിയോളജിൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും പോയി കാണാൻ പറ്റുമോ അത്. ബിൽഡിംഗ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു നീല ബോർഡ് കണ്ടു. കൊട്ടാരം പോലത്തെ ഈ ബിൽഡിംഗ് ആണ് ഓറിയന്റൽ ബ്ലോക്ക്. അതായത് മാനുസ്ക്രിപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇതിൻ്റെ അകത്താണ് കേട്ടോ. മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട്. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം നിങ്ങൾക്ക് ക്യാമ്പസ് വിസിറ്റ് ചെയ്യാൻ മൊത്തം ടൈം തരും. ആ സമയത്ത് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി ആയിക്കോട്ടെ, ആർക്കിയോളജിക്കൽ മ്യൂസിയം ആയിക്കോട്ടെ, നോർത്ത് ക്യാമ്പസ് എല്ലായിടത്തും നിങ്ങൾക്ക് ചുറ്റിക്കാണാം കേട്ടോ. പ്രത്യേകം എടുത്ത് പറയാം, വിത്ത് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ. ക്യാമ്പസിൽ ഒരുപാട് സ്ഥലത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് കേട്ടോ. കുറേ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇനിയും വരാനുണ്ട്. ആദ്യത്തെ 2 ദിവസം ഭയങ്കര കൗതുകമായിരിക്കും ക്യാമ്പസിൽ വന്നതിനാൽ, പിന്നെ അതങ്ങ് ശീലമായിക്കോളുന്നേ. ഇനി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം കേട്ടോ. മാനുസ്ക്രിപ്റ്റും ആർക്കിയോളജിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ള ലൈബ്രറി കാണാം. ആദ്യം ഈ ലൈബ്രറി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 1 ഇയർ ആയിട്ടുള്ളത് UGക്കാർക്ക് കൊടുത്തിട്ട്, അതായത് 4 ഇയേഴ്സ് വന്നപ്പോൾ ഈ കറൻറ്റ് സ്പേസിലുണ്ടായിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ ആ വരിയിലേക്ക് മാറ്റി. ഒരു ചെറിയ ഹില്ലിൻ്റെ മേലെയാണ് കേട്ടോ ഈ സെക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. UG സെക്ഷൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു ഇറക്കം കാണാം. അവിടേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നത് കേരള സ്റ്റഡീസിൻ്റെയാണ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള സ്റ്റഡീസ്. കേരള സ്റ്റഡീസിൻ്റെ അകത്തൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ് ഉണ്ട്. അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും ഒരു ഇറക്കമാണ് കേട്ടോ കാണുന്നത്. ആ ഇറക്കത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബിൽഡിംഗ് കാണാം. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് താഴോട്ട് ആ സ്ലോപ്പ് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഷെഡ് കണ്ടു. അത് നമ്മുടെ ബസ് സ്റ്റോപ്പാട്ടോ. നമുക്കിവിടെ യൂണിവേഴ്സിറ്റി ബസ് ഉണ്ട്. നോർമൽ ബസ്സിനെക്കാട്ടിയും റേറ്റ് കുറവിൽ നമുക്ക് തമ്പാനൂർ, പാളയം, കിഴക്കേക്കോട്ട അവിടെ ഒക്കെ നമുക്ക് ആ ബസ്സിൽ പോകാൻ പറ്റും കേട്ടോ. നേരത്തെ കണ്ട UG ലൈബ്രറീൻ്റെ സ്ലോപ്പ് കയറാണ്ട് സ്ട്രെയിറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ UGൻ്റെ ബിൽഡിങ്ങും ലെഫ്റ്റ് സൈഡിൽ അറബിക് ബിൽഡിങ്ങുമാണ് കേട്ടോ.
നമ്മൾ എന്നിട്ട് നേരെ പോകുമ്പോൾ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ശ്രീലങ്ക. നമ്മുടെ സൗത്ത് ക്യാമ്പസിൻ്റെ എൻഡാണ് കേട്ടോ ഈ ശ്രീലങ്ക എന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞത് ശ്രീലങ്കയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ശ്രീലങ്ക എന്ന് വിളിക്കുന്നത്. കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ബാക്കിലായിട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആട്ടോ ഈ വഴിയിലുള്ളത്. ഞാൻ ആ ബിൽഡിങ് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതും കഴിഞ്ഞ് നമ്മൾ ശ്രീലങ്ക വഴി തിരിച്ച് ഹോസ്റ്റലിലോട്ട് അങ്ങ് പോയിട്ടോ. ഗായ്സ്, ക്യാമ്പസ് ടൂർ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് നോർത്ത് ക്യാമ്പസും ഉണ്ട്, സൗത്ത് ക്യാമ്പസും ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തത് സൗത്ത് ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ സെൻട്രൽ സർക്കിളിൽ നിന്നുള്ള സ്ട്രെയിറ്റ് പോകുന്ന വഴിയിൽ ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളും ചെയ്യാം. പിന്നെ നോർത്ത് ക്യാമ്പസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. സൗത്ത് ക്യാമ്പസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗത്ത് ക്യാമ്പസിൻ്റെ ടൂറാണ്. ഇനി ഒരു വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ക്യാമ്പസ് കംപ്ലീറ്റ് ആവും. റോഡിനപ്പുറമാണ് നോർത്ത് ക്യാമ്പസ് ഉള്ളത്. അതായത് നമ്മുടെ ബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ റോഡിൻ്റെ അപ്പുറമാണ് നോർത്ത് ക്യാമ്പസ്. നോർത്ത് ക്യാമ്പസ് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതൊരു വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒരു വീഡിയോ സൗത്ത് ക്യാമ്പസിന് ഇനി അടുത്തത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നോർത്ത് ക്യാമ്പസ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.